ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഈ ഫുട്ബോളിൽ ഒരുപാട് തരം കാർഡുകളുണ്ടല്ലേ. അതിൽ ചില കാർഡുകൾ നമ്മൾക്ക് കളിക്കുന്ന ഓരോ ഗെയിമിലും നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ തരും. എന്നാൽ ചിലത് ഒരു കളിയിൽ നന്നായിട്ട് കളിച്ചാൽ പിന്നീട് വരുന്ന കളികളിൽ നന്നായിട്ട് കളിക്കണമെന്നില്ല. അത്തരത്തിൽ കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ കളിക്കുന്ന ഒരുപാട് തരം കാർഡുകളുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഫുട്ബോളിൽ ഇതുവരെ വന്നേക്കുന്നത് ടോപ്പ് 5 ആയിട്ടുള്ള കൺസിസ്റ്റന്റ് കാർഡുകളെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. ഇതിൽ ഞാൻ പറയാൻ പോകുന്ന ടോപ്പ് 5-ൽ 3 കാർഡുകൾ നമ്മുടെ സ്ക്വാഡിൽ നിലവിലത്തെ സ്ക്വാഡിൽ ഇപ്പോൾ ഉള്ളതാണ്. എന്നാൽ ബാക്കി 2 എണ്ണം നമ്മുടെ സ്ക്വാഡിൽ നിലവിൽ ഇല്ലാത്ത കാർഡാണ്. സോ ഗൈസ്, വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോ കിട്ടും. I'm sick of all the bad thoughts, people who are half-nots. You are not as tough as സോ ഗൈസ്, ടോപ്പ് 5 ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം 5th റാങ്കിൽ നിന്ന് തുടങ്ങാം. 5th റാങ്കിലുള്ള പ്ലെയർ എന്ന് പറയുന്നത് എൻ്റെ സ്ക്വാഡിൽ നിലവിലുള്ള ഒരു പ്ലെയർ തന്നെയാണ്. ആളൊരു ബോക്സ് ടു ബോക്സ് പ്ലെയർ ആണ്. ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കാർഡ് സെഡോഫിന്റെ ഈ ഒരു കാർഡാണ് ഞാൻ പറഞ്ഞ നമ്മുടെ 5th പൊസിഷനിലുള്ളത്. അത്യാവശ്യം ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഡിഫൻസും അതുപോലെ തന്നെ പാസിംഗ് ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെയുള്ള നല്ലൊരു കാർഡാണ്. അത്യാവശ്യം റണ്ണും കാര്യങ്ങളൊക്കെ ഓപ്പോണന്റിന്റെ പോസ്റ്റിലും അതുപോലെ നമുക്ക് ഡിഫൻസീവ് ആയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണ്ട ടൈമിൽ നമ്മുടെ പോസ്റ്റിലേക്കും വരുന്ന ഒരു പ്ലെയർ ആണ്. ആളുടെ പ്ലേയിങ് സ്റ്റൈൽ ഞാൻ പറഞ്ഞു ബോക്സ് ടു ബോക്സ് ആണ്. ഗ്രൗണ്ടിൽ നിറഞ്ഞു കളിക്കുന്ന അല്ലെങ്കിൽ ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അടിപൊളി ഒരു കാർഡാണ്. ഈ ഒരു കാർഡിന്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ സ്റ്റാറ്റിംഗ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഗെയിമിൽ അറിയാനുണ്ടാവും. അതുമാത്രമല്ല, ഒരു മാച്ചിൽ നന്നായിട്ട് കളിച്ച് പിന്നീട് അങ്ങോട്ട് ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊന്നും കിട്ടാത്ത രീതിയിലുള്ളൊരു കാർഡല്ല ഇത്. ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു പ്ലെയറെ ഞാൻ എൻ്റെ 11ലേക്ക് ഇട്ടപ്പോൾ കളിച്ചത്, ഏത് ഫോമിലാണെങ്കിലും ഏത് പൊസിഷനിലാണെങ്കിലും ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഗെയിമിൽ തരുന്ന നല്ലൊരു കാർഡാണ്. ഞാനിപ്പോൾ നിലവിൽ എൻ്റെ പ്ലേയിങ് 11ൽ ഒരു തരത്തിലും മാറ്റാത്ത അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാത്ത ഒരു പ്ലെയർ തന്നെയാണ് നമ്മുടെ സെഡോഫിന്റെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കളിപ്പിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ കമന്റിൽ രേഖപ്പെടുത്തുക. സോ നമ്മുടെ 4th റാങ്ക് 4th റാങ്കിലുള്ള പ്ലെയർ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയർ എൻ്റെ ഈ ഒരു അക്കൗണ്ടിൽ ഇല്ലാത്തൊരു പ്ലെയർ ആണ്. മുന്നേയുള്ള എൻ്റെ അക്കൗണ്ടിൽ തീർച്ചയായിട്ടും ഞാൻ ഒഴിവാക്കാത്ത ഒരു തരത്തിലും ഞാൻ സബ്ബിലിടാത്ത ഒരു പ്ലെയർ ആയിരുന്നു. മറ്റാരുമല്ല, നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടാവും. നമ്മുടെ വേൾഡ് കപ്പ് മെസ്സിയാണ്. നമ്മുടെ മെസ്സിയുടെ 3 ബിഗ് ടൈം കാർഡുകൾ വന്നേക്കുന്ന ഒരു പാക്കിലെ ഡീപ് ലൈൻ ഫോർവേഡ് ആയിട്ടുള്ള മെസ്സിയുടെ കാർഡാണ് ഞാൻ ഈ പറഞ്ഞത്. ബാക്കിയുള്ള 2 കാർഡുകൾ നന്നായിട്ട് കളിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് നിലവിൽ വന്നേക്കുന്ന നമ്മുടെ ബ്ലിറ്റ്സ് കേളർ മെസ്സി നന്നായിട്ട് കളിക്കത്തില്ല എന്നുള്ള കാര്യങ്ങളൊന്നുമല്ല. ഗെയിമിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ തരുന്നത് ബാക്കിയുള്ള 3 കാർഡിനേക്കാളും എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ നമ്മുടെ വേൾഡ് കപ്പ് മെസ്സി തന്നെയാണ്. പുള്ളിനെ CFലേക്ക് അങ്ങ് ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ കൊണാമിയുടെ നിലവിലുള്ള ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ പ്രകാരം നമ്മുടെ ഫിസിക്കൽ കോണ്ടാക്റ്റിന് നല്ല രീതിയിലൊരു പ്രാധാന്യം കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഗെയിമിൽ നല്ല ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഫുട്ബോൾ 2025. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊരു ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ ആ ഒരു കാർഡിന് അന്നും ഇന്നും ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. മെസ്സിയുടെ ബിഗ് ടൈം കാർഡ് ആയതുകൊണ്ട് തന്നെ കൊണാമി ഒരു തരത്തിലുള്ള നെഫിങ്ങോ കാര്യങ്ങളൊന്നും ആ ഒരു കാർഡിന് വരുത്തിയിട്ടില്ല. വന്നപ്പോഴുള്ള അതേ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഗെയിമിൽ ഇന്നും കിട്ടുന്നുണ്ട്. അത് തന്നെ നല്ല കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. നിങ്ങൾ ആ ഒരു കാർഡിനെ നിങ്ങളുടെ CF പൊസിഷനിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ നിങ്ങൾ യാതൊരു തരത്തിലും ആ ഒരു പൊസിഷനിലേക്ക് വേറൊരു കാർഡിനെ നോക്കേണ്ട ആവശ്യമില്ല. മെയിനായിട്ട് ഞാൻ കളിപ്പിച്ചത് ഡബിൾ CFും കാര്യങ്ങളൊക്കെ വരുന്ന ഫോർമേഷനിലാണ്. പുള്ളി ഒരു ഡീപ് ലൈൻ ഫോർവേഡ് ആയതുകൊണ്ട് തന്നെ സിംഗിൾ CFൽ ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഡബിൾ CFൽ ഒരു ഭാഗത്ത് മെസ്സിനെ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആവറേജ് 1 ഗോളെങ്കിലും പെർ മാച്ചിൽ ഈ ഒരു കാർഡ് സ്കോർ ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്പർ 4th പൊസിഷനിൽ എന്തുകൊണ്ടും ഈ ഒരു മെസ്സിയുടെ കാർഡ് തന്നെയാണ് ഏറ്റവും സൂട്ടബിൾ. നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ 3rd റാങ്കിലുള്ള പ്ലെയർ ആണ്. അത് മറ്റാരുമല്ല, നമ്മുടെ നിലവിലുള്ള സ്ക്വാഡിലുള്ള ഒരു പ്ലെയർ തന്നെയാണ്. എൻ്റെ മെയിൻ സ്ക്വാഡിലെ മെയിൻ CF ആയിട്ടുള്ള നമ്മുടെ സാമുവൽ എട്ടുയുടെ മുന്നേയുള്ള സിംഗിൾ ബൂസ്റ്റർ കാർഡും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഏതൊരു കാർഡും ആയിക്കോട്ടെ ഗെയിമിൽ നന്നായിട്ട് തന്നെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആ ഒരു സ്റ്റാറ്റിനേക്കാൾ ഉപരി നല്ല OP ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഗെയിമിൽ തരുന്ന ഒരു കാർഡാണ് സാമുവൽ എട്ടുയുടെ ഈ ഒരു 2 കാർഡുകൾ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ നമ്മുടെ 3rd റാങ്കിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് സാമുവൽ എട്ടുയുടെ ഈ ഒരു ഡബിൾ ബൂസ്റ്റർ കാർഡാണ്. ആളൊരു ഗോൾ പോച്ചറാണ്. അത്യാവശ്യം നല്ല ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഗെയിമിൽ ഈ ഒരു ആട്രിബ്യൂട്ട്സിനേക്കാളും മേലെയാണ് പുള്ളിക്കാരൻ്റെ പെർഫോമൻസ്. നിങ്ങൾക്ക് ഇവിടെ സ്റ്റാറ്റ് ചെയ്യണം. 667 മാച്ചിൽ പുള്ളി 297 ഗോൾസും അതുപോലെ തന്നെ 111 അസിസ്റ്റും നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. ഞാൻ മുന്നേ നമ്മുടെ 4th റാങ്കിലുള്ള വേൾഡ് കപ്പ് മെസ്സിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. പുള്ളി നമ്മുടെ സ്കോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 90 മിനിറ്റ്സ് ആകുന്നതിന് മുന്നേ പുള്ളിയുടെ വക ഒരു ഗോളെങ്കിലും നേടിത്തരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ടോപ്പ് 5 കൺസിസ്റ്റന്റ് പ്ലേയേഴ്സിൽ ഞാൻ ഉൾപ്പെടുന്ന 3rd റാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ സാമുവൽ എട്ടുയുടെ ഈ ഒരു കാർഡ് തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് 2nd റാങ്ക് ആണ്. മോസ്റ്റ് കൺസിസ്റ്റന്റ് പ്ലേയേഴ്സിൽ 2nd റാങ്ക് ഞാൻ കൊടുത്തേക്കുന്നത് മറ്റാർക്കുമല്ല, നമ്മുടെ ഈ ഒരു കോസ്റ്റക്കുട്ടിയുടെ ഡബിൾ ബൂസ്റ്റഡ് കാർഡാണ്. പുള്ളിയുടെ സിംഗിൾ ബൂസ്റ്റഡ് ആണെങ്കിലും ഡബിൾ ബൂസ്റ്റഡ് ആണെങ്കിലും
ഗെയിമിൽ ഇത്രത്തോളം കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ തരുന്ന മറ്റൊരു കാർഡ് ഇല്ലാന്ന് തന്നെ പറയാം. കൊണാമി ഫ്രീ തന്ന കാർഡുകളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാർഡ് തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ 8 കാര്യം പറഞ്ഞ പോലെ നമ്മുടെ ആട്രിബ്യൂട്ട്സിനേക്കാൾ കൂടുതൽ ഗെയിമിൽ പെർഫോമൻസും കാര്യങ്ങളൊക്കെ തരുന്ന വളരെ ചുരുക്കം കാർഡുകളിൽ ഒരു കാർഡ് തന്നെയാണ് നമ്മുടെ കോസ്റ്റക്കൂട്ടയുടെ ഈ ഒരു ഡബിൾ ബൂസ്റ്റർ കാർഡ്. സിംഗിൾ ബൂസ്റ്റർ കാർഡും ഇതേ രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഗെയിമിൽ തരുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ ഒരു കാർഡ് ഈ ഒരു ഡബിൾ ബൂസ്റ്ററിന്റെ ആ ഒരു പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല നമുക്കിവിടെ ഫോർട്രസ് എന്ന് പറയുന്ന സ്പെഷ്യൽ സ്കില്ലും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ ഈ ഒരു കോസ്റ്റക്കൂട്ടയുടെ കാർഡിന് വരുന്നുണ്ട്. എന്തുകൊണ്ടും നമ്മുടെ സെക്കൻഡ് റാങ്കിന് അർഹനായിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. ഈ ഒരു പ്ലെയറെ നിങ്ങളുടെ RBയിലോ LBയിലോ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ വേറൊരു കാർഡിനെയും നോക്കേണ്ട ആവശ്യമില്ല. ഏതൊരു ഫോമിലാണെങ്കിൽ പോലും പുള്ളിയുടെ കളിയും കാര്യങ്ങളൊക്കെ പുള്ളി നോക്കിക്കോളും എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് റാങ്ക് എന്തുകൊണ്ടും കോസ്റ്റക്കൂട്ടയുടെ ഈ ഒരു കാർഡ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ റാങ്ക് 1 ഹോൾഡ് ചെയ്യുന്ന പ്ലെയറെയാണ്. മോസ്റ്റ് കൺസിസ്റ്റന്റ് പ്ലെയേഴ്സിൽ റാങ്ക് 1 നമ്മൾ കൊടുത്തേക്കുന്നത് മറ്റാർക്കുമല്ല നമ്മുടെ വൺ ആൻഡ് ഓൺലി പീറ്റർ സ്മൈക്കിളിന്റെ ഈ ഒരു കാർഡാണ്. എന്റെ ഈ ഒരു അക്കൗണ്ടിൽ ഇല്ലാത്തൊരു കാർഡാണ്. ഗോൾ കീപ്പർ കാർഡുകളിൽ വന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ OP ആയിട്ടുള്ള ഒരു കാർഡ് നോക്കുവാണെങ്കിൽ അത് പീറ്റർ സ്മൈക്കിളിന്റെ ഈ ഒരു കാർഡ് തന്നെയാണ്. മുന്നിലുള്ള കാർഡുകൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാർഡിന്റെ ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഗെയിമിൽ തരുന്ന പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഒരു ഗെയിമിൽ അല്ലെങ്കിൽ മറ്റുള്ള കാർഡുകളെ പോലെ ഒരു മാച്ചിൽ നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെയുള്ള മാച്ചിൽ വളരെ ശോകമായിട്ടുള്ള പെർഫോമൻസ് തരുന്ന പോലെയല്ല. എങ്ങനെയാണോ പുള്ളിയുടെ ടോപ്പ് ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ടോപ്പ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരുന്നത് അതേ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ എല്ലാ മാച്ചിലും ഉടനീളം കിട്ടുന്ന വളരെ ചുരുക്കം കാർഡുകൾ ഒരു കാർഡാണ് പീറ്റർ സ്മൈക്കിളിന്റെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗോൾ കീപ്പറിൽ നിങ്ങൾ വേറൊരു കാർഡിനെയും ഈ ഒരു വർഷം നോക്കേണ്ടതില്ല. കാരണം അത്രയും ആട്രിബ്യൂട്ട്സും അത്രയും പെർഫോമൻസും തരുന്ന ഒരു കാർഡാണ്. ഈ ഒരു കാർഡുള്ള ഓപ്പോണന്റാണ് നമുക്കെതിരെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് നമുക്ക് തീരാ തലവേദനയാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഏതൊരു ഷോട്ടും എങ്ങനെയും സേവ് ചെയ്യുന്ന ഒരു കാർഡ് തന്നെയാണ് നമ്മുടെ പീറ്റർ സ്മൈക്കിളിന്റെ ഈ ഒരു കാർഡ് എന്നുള്ളത്. സോ ഗൈസ്, ഇത്രയും കാർഡുകളൊക്കെയാണ് നമ്മുടെ ഈ ഫുട്ബോളിൽ നിലവിൽ വന്നേക്കുന്നതിൽ ടോപ്പ് 5 ആയിട്ടുള്ള കൺസിസ്റ്റന്റ് കാർഡുകൾ പെടുത്താനുള്ളത്. ഇത് തീർച്ചയായിട്ടും എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾക്ക് മറ്റുള്ള അഭിപ്രായങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള കാർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ എന്ത് തന്നെയാലും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ഗൈസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.